പറയാൻ പ്രിയമുള്ള ഡോക്ടർ ഓപ്പൻ ഹേമൻ, മറ്റ് സ്വാമിമാരും ഗുരുജനങ്ങളും, എല്ലാ വർഷവും ഇവിടെ വന്ന് ഗുരുകുല യോഗത്തിൽ പങ്കെടുക്കാനും സംസാരിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടാകുന്നതിൽ വളരെ സന്തോഷിക്കുന്ന ഒരാളാണ്. വീണ്ടും ഒരു വർഷം ഒരാഴ്ച നമ്മളിവിടെ താമസിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിലാണ് ഇവിടെ ആളുകൾ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ക്ലേശങ്ങളെ പറ്റി ഞാൻ പറയേണ്ടറിയാം. സാധനങ്ങളുടെ വില വർധനവ് മുതൽ രാക്ഷസ മഴ വരെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാരമൊക്കെ താങ്ങി ഒരാഴ്ചത്തേക്ക് രക്ഷപ്പെടാം എന്ന നിലയ്ക്ക് വരുന്ന ആളുകൾ ഒരുപക്ഷെ കണ്ടേക്കാം. അതല്ല, ഒരാഴ്ച നമ്മളിവിടെ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് അടുത്തൊരു വർഷത്തേക്ക് സന്തോഷമായി കഴിയാനുള്ള തയ്യാറെടുപ്പ് എന്ന നിലയ്ക്കും വരുന്നവർ കാണും. രണ്ടാമത് മാർഗം സ്വീകരിക്കാനാണ് വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടം. മാത്രമല്ല, അത് ഒരു വർഷത്തേക്കല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ സന്തോഷവും ആത്മവിശ്വാസവും തരും എന്നുള്ളത് നമുക്ക് അനുഭവത്തിലൂടെ ഉള്ള കാര്യമാണ്. വേണമെങ്കിൽ പറയാൻ തിരിച്ചിരിക്കാം, അങ്ങനല്ല. കാരണം നമ്മൾ ഇവിടെ ഈ ഗുരുകുലത്തിൽ നിന്ന് കിട്ടുന്ന കാഴ്ചപ്പാട്, ജാതി മതത്തിനൊക്കെ അതീതമായിട്ടുള്ള ആ റിയൽ സ്പിരിച്വാലിറ്റി, ഹാപ്പിനെസ്, ഡോക്ടർ ഓപ്പൻ ഹേമൻ ഇവിടെ വിശദീകരിച്ചു പോയി. അത് നമുക്ക് സാധാരണ രീതിയിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ, അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരാണ് നമ്മൾ. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളുകയും അത് പ്രയോഗിക്കുന്നതിന് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ വരും തീർച്ചയായും. അങ്ങനെ അതിനെ അതിജീവിക്കുന്നതിന് നമ്മുടെ വീട്ടിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളിലൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഗുരുകുലങ്ങളാക്കി മാറ്റുകയാണ്. നാരായണ ഗുരു തന്നെ പറഞ്ഞത് വീടൊരു ഗുരുകുലമാക്കി മാറ്റണമെന്ന്. അപ്പൊ ഔപചാരികമായ ഒരു പ്രാർത്ഥനാ സങ്കല്പമോ അല്ലെങ്കിൽ ഔപചാരികമായ ഒരു ക്ഷേത്ര സന്ദർശനമോ ആ തരത്തിലല്ല നമ്മുടെ പഠനം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആത്മീയമായി നേടുന്ന അറിവുകൾ പ്രയോഗിച്ച് നമ്മൾ തന്നെ സ്വയം മാറി മെച്ചപ്പെട്ട സന്തോഷമുള്ള ആനന്ദമുള്ള ജീവിതം നയിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അതൊരു സോഷ്യൽ വർക്ക് എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ എടുക്കാം, ഒരു റിലീജിയസ് വർക്ക് എന്ന ഏത് രീതിയിലും എടുക്കാം. ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഈ ഭൗതികവും ആത്മീയവും ആ തരത്തിലുള്ള വേർതിരിവിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഭൗതികത്തിന്റെ മുഴുവൻ, ആ സമ്പന്നതയുടെ മുഴുവൻ ആഹ്ലാദവും കൈത്തുമ്പിലുള്ള ആ മനുഷ്യൻ എല്ലാ വർഷവും 3-4 മാസം ഇവിടെ വന്ന് ഈ ഓല മേഞ്ഞ കെട്ടിടത്തിൽ കിടക്കുന്നതിന്റെ സുഖം, അതിനെപ്പറ്റിയാണ് ഇത് പറഞ്ഞത്. അത് ആ കാഴ്ചപ്പാടിൽ നിന്ന് സ്വയം ആർജിച്ച കരുത്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാനും ജീവിക്കാനും അതിൽ നിന്ന് അനശ്വരമായ ആഹ്ലാദം ആസ്വദിക്കാനും സാധിക്കുന്നു. പക്ഷെ നമ്മുടെ തന്നെ ഈ ബലം, സ്പിരിച്വൽ സ്ട്രെങ്ത്, അത് നമ്മുടെ കൈകളിലായുള്ള നമ്മുടെ ആളുകൾ ഇത് വെറുതെ കാത്തു വെച്ചിട്ട് അങ്ങോട്ട് നോക്കി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പടിഞ്ഞാറ്റ് കണ്ണും നോക്കി ഇരിക്കുന്ന ഒരു ഇതിനൊരു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിലുള്ള അത്യാഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.